രാത്രികാലം നാം കേൾക്കുന്ന വചനത്തിന് മുമ്പാകെ നമ്മളെ തന്നെ ശോധന ചെയ്തിട്ട് പറയണം, കർത്താവേ, നിന്റെ സാന്നിധ്യം ഇറങ്ങി വസിക്കുവാൻ ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു. അതായിരിക്കട്ടെ ഇന്ന് കാലത്തെ നമ്മുടെ രാത്രികാലത്തെ ഒന്നാമത്തെ പ്രാർത്ഥന. പ്രൈസ് ഗോഡ്. ആമേൻ. രണ്ടാമത് ഞാൻ വായിക്കുമ്പോൾ ഇവിടെ നാം ഇങ്ങനെ കാണുന്നു. പ്രൈസ് ഗോഡ്. രണ്ടാം വാക്യം ഇങ്ങനെ കാണുന്നുണ്ട്. അന്ന് ദാവീദ്, ലേവ്യരല്ലാതെ ആരും ദൈവത്തിന്റെ പെട്ടകം ചുമക്കേണ്ടതല്ല. പിന്നെ അവരല്ലോ ദൈവത്തിന്റെ പെട്ടകം ചുമപ്പാൻ തനിക്ക് എന്നും ശുശ്രൂഷ ചെയ്യുവാനും യഹോവ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. പ്രൈസ് ലോർഡ്. ഇവിടെ ഒരു വിശേഷ വിഭാഗത്തെ കുറിച്ചാണ് നാം അവിടെ വായിക്കുന്നത്. ഇത് പഴയ നിയമ പുസ്തകമാണെന്ന് ഉള്ളത് നാം മറന്നു പോകല്ലേ. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ പുതിയ നിയമ വിശ്വാസികളായിരിക്കുന്ന നമുക്കും ഇത് പ്രാവർത്തികമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, തെരഞ്ഞെടുത്തവർ മാത്രമേ എന്ത് ചെയ്യാൻ ഒക്കത്തുള്ളൂ? ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ മാത്രം എന്ത് ചെയ്യാൻ ഒക്കത്തുള്ളൂ? ഈ പെട്ടകം ചുമക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്നുള്ളത് എന്ത് ചെയ്യണം? ഉറപ്പുവരുത്തണം. അതുകൊണ്ടാണ് എല്ലാ ആരാധനയിലും ദൈവം എന്ത് ചെയ്യുന്നില്ല? അത് ദൈവം സ്വീകരിക്കാത്തതിന്റെ കാര്യം, എല്ലായിടത്തും വലിയ ആരാധന ഉണ്ടെങ്കിലും ആരാധനയിൽ ദൈവത്തിന് പ്രസാദമില്ലാത്തതിന്റെ കാരണം എന്താ ചോദിച്ചാൽ, ദൈവം അവരെ എന്ത് ചെയ്തിട്ടില്ല? അതിനുവേണ്ടി നിയോഗിച്ചിട്ടില്ല. നമ്മളെല്ലാവരും ദൈവത്തെ ആരാധിക്കുമ്പോൾ ഒരു കാര്യം പലപ്പോഴും നമ്മുടെ ചിന്താക്കുഴപ്പമായിരിക്കാം അത് എന്നാൽ ഇന്ന് പോയക്കാലം മാറണം, ഇന്ന് രാത്രികാലം മാറണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നാം ദൈവത്തെ എന്തോ സഹായിക്കുന്നത് പോലെ എന്ത് ചെയ്യുന്നത്? ആരാധിക്കും. നമ്മുടെ ആരാധന കണ്ടാൽ എന്തോ നമുക്ക് നമ്മൾ ദൈവത്തിന് ഒരു ഉപകാരം ചെയ്യുന്നത് പോലെ, നമ്മൾ കർത്താവിന് വേണ്ടി ഏതാണ് ഉപകാരം ചെയ്യുന്നത് പോലെ നാം ദൈവത്തെ ആരാധിക്കുന്നത്. അതാ ഊസായ്ക്ക് പറ്റിയത് അതാണ്. അവന് കാളവണ്ടിയിൽ ഇങ്ങനെ ഈ പെട്ടകം ചുമന്നുകൊണ്ട് വരിക, അത് വേറൊരു ദൂത. ഈ കാള വരണ്ടു കഴിഞ്ഞപ്പോൾ ഊസ എന്ത് ചെയ്തു? ചാടിക്കേറി അതിനെ പിടിച്ചു. നല്ല ഉദ്ദേശത്തോടെ ചെയ്തെങ്കിലും അവിടെ എന്ത് ചെയ്തു? ഛേദം വന്നു. ജീവൻ എന്ത് ചെയ്തു? അപഹരിച്ചു. ജീവൻ നഷ്ടമാണ്. ഒരു പക്ഷെങ്കിൽ ഇന്ന് രാത്രികാലം നാം ആരും ചത്തു വീഴുന്ന കണ്ടില്ലായിരിക്കാം, മരിച്ചു വീഴുന്ന കാണുന്നില്ലായിരിക്കാം. എന്നാൽ ഒരു കാര്യം നിശ്ചയമാണ്. പ്രൈസ് ഗോഡ്. ആമേൻ. ഗ്ലോറി ടു ഗോഡ്. അതിനു വേണ്ടി നിയോഗവും തിരഞ്ഞെടുപ്പും ഇല്ലാതെ പ്രൈസ് ഗോഡ് ആമേൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങി ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരു കാര്യം നിശ്ചയമാണ്, അവിടെ ദൈവത്തിന്റെ കോപം അവിടെ ജ്വലിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും സമയം അനുവദിക്കുന്നില്ല, ഞാനത് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ഗോഡ്. ആമേൻ. ഉസിയ രാജാവിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ഉസിയ രാജാവ് ചെയ്തത് എന്താണ്? യാഗമർപ്പിക്കുവാൻ അവൻ എന്ത് ചെയ്തു? ഒരുങ്ങി. ഉസിയ രാജാവ് എന്ത് ചെയ്തു? യാഗമർപ്പിക്കുവാൻ അവന്റെ ദേഹത്ത് എന്ത് ചെയ്തു? കുഷ്ഠം പൊങ്ങിയതാണ്. അങ്ങനെ ആ ഉസിയ രാജാവ് എന്ത് ചെയ്തു? മരിച്ച ആണ്ടിലാണ് ഉയർന്നം പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ദൈവം ഇരിക്കുന്നത് യെശയ്യാവ് കണ്ടത്. പ്രൈസ് ഗോഡ്. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ഉസിയ രാജാവിന്റെ മരണത്തിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവന് നിയോഗമില്ലാതെ തെരഞ്ഞെടുപ്പില്ലാതെ എന്ത് ചെയ്തു? യാഗമർപ്പിച്ചെന്നുള്ളതാണ്. രണ്ട്, ശൗലിന്റെ ജീവിതം നമ്മൾ പഠിച്ചു നോക്കിയാൽ, ശമൂവേൽ വരുവാൻ താമസിക്കുന്നു എന്ന് കണ്ടപ്പോൾ അവൻ എന്ത് ചെയ്തു? യാഗമർപ്പിച്ചു. അവൻ അതിനുവേണ്ടിയുള്ള അഭിഷേകം അവനില്ല. അഭിഷേകമില്ലാത്തവൻ എന്ത് ചെയ്തു? ആരാധന അർപ്പിച്ചു. പ്രൈസ് ഗോഡ്. എന്നാൽ ദൈവം അവന്റെ രാജ്യത്വം അവന്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തു? എടുത്തു മാറ്റുകയാണ്. രാത്രികാലം ഞാൻ പറയട്ടെ ദൈവപൈതലെ, പ്രൈസ് ഗോഡ്, പുതിയ നിയമവിശ്വാസികളായിരിക്കും നമ്മളെ സംബന്ധിച്ച് എന്താ? നാം ആരാണ്? രാജാക്കന്മാരും പുരോഹിതന്മാരുമാണ്. പ്രൈസ് ഗോഡ്. എന്നാൽ ആരാധിക്കുവാൻ കടന്നു വരുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കണം. പ്രൈസ് ഗോഡ്. ആമേൻ. നമ്മൾ ചെയ്ത നന്മ പ്രവൃത്തികളോ നമ്മുടെ പുണ്യ പ്രവൃത്തികളോ നമ്മൾ ആരായിരിക്കുന്നു എന്നുള്ളതല്ല. പ്രൈസ് ഗോഡ്. ആമേൻ. കുഞ്ഞാടിന്റെ രക്തമാണ് പ്രൈസ് ഗോഡ്. ആമേൻ ആരാധിപ്പാൻ നമ്മളെ യോഗ്യരാക്കുന്നുള്ളത്. എന്ത് ചെയ്യണ്ടേ? മറന്നു പോകല്ലേ.
ലേവ്യരുടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ രക്തത്തോടുകൂടി എന്ത് ചെയ്തത്? ആ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് ചെല്ലുന്നത്. അവരെന്ത് ചെയ്യുന്നത്? ആ അതിപരിശുദ്ധ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവര് കുഞ്ഞാടിന്റെ രക്തം കൊണ്ടാണ് ചെല്ലുന്നത്. എന്ന് പറഞ്ഞതുപോലെ ദൈവസന്നിധി നാം ആരാധിക്കുവാൻ ചെല്ലുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ രക്തത്താലുള്ള ആ പ്രവേശനം നമുക്ക് സൗജന്യമായിട്ട് ലഭിച്ചു. We have the access into the Holy of Holies through the blood of Jesus Christ. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ രക്തമാണ് നമ്മളെ ആരാധനയ്ക്ക് എന്താക്കുന്നത്? യോഗ്യരാക്കുന്നത്. വളരെ രക്തത്താലുള്ള ശുദ്ധീകരണം. രണ്ടാമത് അവരെ കുറിച്ച് പറയുന്ന വേറൊരു കാര്യമുണ്ട്. അവരാ പെട്ടകം എന്ത് ചെയ്യണം? ചുമക്കുന്നവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ പെട്ടകം അവരെ തോളിൽ മേൽ ചുമന്ന് വേണം എന്ത് ചെയ്യാൻ? ഇത് കൊണ്ടുവരുവാൻ. പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എളുപ്പമുള്ള കാര്യമല്ല. പ്രൈസ് മുൻപേ അവരെന്താ ചെയ്തത്? പുതിയൊരു കാളവണ്ടി ഉണ്ടാക്കി അതിന്മേൽ പെട്ടകം വെച്ചു. ഞാൻ പറയട്ടെ, ഇന്ന് രാത്രികാലം ഞാൻ വ്യക്തമായിട്ട് പറയട്ടെ. പ്രൈസ് ഗോഡ്. ആമേൻ. എങ്ങനെങ്കിലും ആരാധിച്ചാലും എങ്ങനെ ആരാധിച്ചാലും ദൈവം പ്രസാദിക്കുമെന്ന് വിചാരിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ പുതിയ പ്രോഗ്രാമും എല്ലാ പുതിയ വണ്ടികളും പ്രൈസ് ഗോഡ് ആമേൻ ദൈവം ഒരു കാര്യമേ നോക്കുന്നുള്ളൂ, നിനക്കതിന്മേൽ പ്രൈസ് ഗോഡ് ആമേൻ വില കൊടുക്കുവാൻ കഴിയുമോ? വില കൊടുക്കുവാൻ കഴിയാത്തുള്ള യാഗത്തിൽ ദൈവം എന്ത് ചെയ്യുന്നില്ല? പ്രസാദിക്കുന്നില്ല. പ്രൈസ് ഗോഡ് ആമേൻ. ഇന്ന് പൽക്കാലം പ്രൈസ് ഗോഡ് ഹല്ലേലൂയ അത് തോളിന്മേൽ വഹിപ്പാൻ, ഈ തോളിന്മേൽ ഒരു പെട്ടകം വഹിക്കണമെങ്കിൽ 4 പേര് ആവശ്യമാണ്. We need at least 4 people to carry that ark on that shoulder. അത് ഐക്യതയെ കാണിക്കുന്നതാണ്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. 4 പേര്, 4 തരത്തിലുള്ളവര്, 4 പൊക്കത്തിലുള്ളവര്. ഒരേ പൊക്കത്തിലുള്ളവര് ഇല്ല. ഒരേ പൊക്കത്തിലുള്ളവരെ തന്നെ കിട്ടുമോ? അങ്ങനെയുള്ളവർ മാത്രം വന്നാൽ മതി എന്ന് പറയാൻ ഒക്കുമോ? പുരോഹിതന്മാരായിട്ട് തെരഞ്ഞെടുത്തവരെ എല്ലാവരെയും എന്ത് ചെയ്യണം? അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? പൊക്കമുള്ള ഒരാളും പൊക്കമില്ലാത്ത ഒരാളും കൂടെ ഒരു സാധനം ചുമന്നുകൊണ്ട് പോകുമ്പോൾ എന്താ ചെയ്യുന്നത്? പൊക്കമുള്ള ആള് ഒന്നിൽ എന്ത് ചെയ്യണം? ഇതൊന്ന് താത്തു കൊടുക്കണം. പൊക്കമില്ലാത്ത ആളാണെങ്കിലോ ഇതൊന്ന് ഉയർത്തി കൊടുക്കണം. ശരിയാവുമോ? നമ്മളൊക്കെ ചുമന്നിട്ടുണ്ടല്ലോ, ഉണ്ടല്ലോ. വലിയ തടിയൊക്കെ ചുമന്നുകൊണ്ട് പോകുന്നില്ലേ? നമ്മൾ ഈ മൂവിങ്ങിനൊക്കെ പോകുമ്പോഴും അതാ ഏറ്റവും ചിലരുണ്ടല്ലോ ഈ കട്ടിലൊക്കെ പൊക്കൻ മുറോട്ട് വീശുമ്പോണ്ടല്ലോ ഈ താര നിൽക്കുന്ന ഒരു പൊക്കത്തില്ല. ഇതിങ്ങനെ വായിച്ചോണ്ട് നടക്കും. മേളുള്ളവർ വലിച്ചെടുക്കണം. അത് നടുപോകുന്ന പരിപാടി ചെയ്ത് എന്നാ താര നിൽക്കുന്ന ഒന്നും പൊക്കി കൊടുത്തോണ്ടല്ലോ ഇത് പെട്ടെന്ന് അങ്ങ് പോവും. ഞാൻ പറഞ്ഞതിന്റെ സാരം ഞാൻ ചോദിച്ചാൽ ആര് വലിയവൻ ആര് ചെറിയവൻ എന്നുള്ളതല്ല. പ്രൈസ് ഗോഡ് ആമേൻ. ഈ പെട്ടകം ചുമക്കുമ്പോൾ പ്രൈസ് ഗോഡ് ആമേൻ ഹല്ലേലൂയ ഈ പെട്ടകത്തെ ഞാൻ വഹിക്കുന്നു, അത് ഞാൻ വഹിക്കേണ്ടതാണ് പ്രൈസ് ഗോഡ് എന്നുള്ള ആ ബോധ്യം നമുക്കുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പ്രൈസ് ഗോഡ് ആമേൻ ഹല്ലേലൂയ ഏറ്റക്കുറച്ചിലൊന്നും നോക്കാതെ, വലിപ്പവും ചെറുപ്പവും നോക്കാതെ പ്രൈസ് ഗോഡ് ആമേൻ ആളും വണ്ണവും പ്രൈസ് ഗോഡ് നോക്കാതെ പ്രൈസ് ഗോഡ് മുഖം നോക്കാതെ പ്രൈസ് ഗോഡ് ഒറ്റ കാര്യമേ ആഗ്രഹമുള്ളൂ. വല്ലവിധേനം എനിക്ക് എന്ത് ചെയ്യണം? ഈ പെട്ടകം അതിന്റെ സ്ഥാനത്ത് എനിക്ക് എത്തിക്കണം. പ്രൈസ് ദി ലോർഡ്. കാരണം അത് അവിടെ എത്തിയാൽ മാത്രമേ എന്തുള്ളൂ? പ്രൈസ് ഗോഡ് അവിടെ ആരാധന വെളിപ്പെടുത്തുള്ളൂ. അതവിടെ എത്തേണ്ട സ്ഥാനത്ത് എത്തിയാൽ മാത്രമേ അവിടെ ദൈവ സാന്നിധ്യം ഇറങ്ങി വരത്തുള്ളൂ. അത് എത്തേണ്ട സ്ഥാനത്ത് വന്നെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ തേജസ്സ് ഇറങ്ങി വരത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ദൈവ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ ചുറ്റുപാട് മാറും. ദൈവ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ എന്ത് ചെയ്യും? ചുറ്റുപാട് മാറും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അന്നേരം രാജാവാന്ന് പറഞ്ഞ് എന്ത് ചെയ്യാൻ ഒക്കത്തില്ല? സിംഹാസനത്തിൽ ഇരിക്കുന്ന രാജാവും പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ സിംഹാസനത്തിൽ ഇറങ്ങി വന്ന് പെട്ടകത്തിന് മുൻപാകെ നിന്ന് എന്ത് ചെയ്യും? നൃത്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ദൈവ സാന്നിധ്യം അറിയുന്ന ദൈവജനത്തിന് മാത്രമേ ദൈവസന്നിധി എന്ത് ചെയ്യാൻ ഒക്കത്തുള്ളൂ. ഹല്ലേലൂയ. സ്ഥലം മറന്ന് ആള് മറന്ന് ആളുത്വം മറന്ന് പ്രൈസ് ദി ലോർഡ് ആമേൻ നല്ല പ്രൈസ് ദി ലോർഡ് ആമേൻ ദൈവ സാന്നിധ്യം ഇവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുത്ത് ഞാൻ ആരാധിക്കും, ഞാൻ ദൈവത്തിന് നൃത്തം ചെയ്യും, ഞാൻ ദൈവത്തിന് നീതിനെ പോലാണെങ്കിലും പ്രൈസ് ഗോഡ് ഞാൻ നൃത്തം ചെയ്യുമെന്ന് പറഞ്ഞ് ഉള്ളിലെ സന്തോഷം അവനെന്ത് ചെയ്യും? പ്രകടിപ്പിക്കുക. എന്റെ നടുക്കും പിറുപിറുക്കുന്നവരുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം അതല്ല നമ്മുടെ വിഷയം.
അവിടെ ഇല്ലാതെ ദൈവത്തിന്റെ വിഷയം. ദൈവം നോക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ, എന്നെ ആരാധിക്കുവാൻ ഹൃദയമുള്ള, എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാൽ ദാവീദിനെ ദൈവമോട് വേർതിരിക്കുകയാണ്. ദൈവമൈതലെ ഇന്ന് രാത്രിക്കാലം ഞാൻ പറയട്ടെ, പ്രൈസ് ഗോഡ്, ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ പ്രൈസ് ഗോഡ് ഐഡന്റിറ്റി തിരിച്ചറിയുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ആരാധനയില്ല. പ്രൈസ് ഗോഡ്.